ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. കേട്ടറ്റ് 3 നാച്ചുറൽ സയൻസിലെ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഹ്യൂമൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന സബ് ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. കേട്ടറ്റ് 3 നാച്ചുറൽ സയൻസിന്റെ ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും PDF നോട്ട്സും ടെസ്റ്റ് സീരീസും ആയിരിക്കും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹ്യൂമൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ആദ്യം നമുക്ക് എന്താണ് ഡൈജഷൻ എന്നുള്ളത് നോക്കാം. ഡൈജഷൻ ആദ്യം നമുക്ക് എന്താണ് ഡൈജഷൻ എന്നുള്ളത് നോക്കാം. ഡൈജഷൻ അഥവാ ദഹനം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസസ് ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. It is the process of conversion of complex food substances to simple absorbable forms. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസുകൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? സിമ്പിൾ അബ്സോർബിൾ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന, ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഫോംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡൈജഷൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് complex food substances into simple absorbable forms. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി അബ്സോർപ്ഷൻ എന്താന്ന് നോക്കാം. എന്തായിരിക്കും അബ്സോർപ്ഷൻ? നമ്മുടെ ഈ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുക, അതിനാണ് എന്ത് പറയുന്നത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നോക്കാം. The process by which the digested food substances or food molecules are absorbed into the bloodstream and transported to different parts of the body. അതായത് ബ്ലഡിലേക്ക് നമ്മുടെ ദഹനം കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുഡിന്റെ ഫൈനൽ പ്രൊഡക്ട്സ് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുകയും ആ ഫൈനൽ പ്രൊഡക്ട്സ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും എത്തുകയും ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, the process by which digested food molecules are absorbed into the bloodstream and transported to different parts of the body is known as absorption. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിലും എനർജി ആവശ്യമാണ്. അപ്പൊ ഈ ഒരു എനർജി നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇത് ദഹിക്കുന്നു അല്ലെ? ഡൈജസ്റ്റഡ് ആവുന്നു. അതിന്റെ ഫൈനൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എൻ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ ഒക്കെ ആഗിരണം ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഒഴുകുന്നുണ്ട്, നമുക്കറിയാം അല്ലെ? അപ്പോൾ ഈ ബ്ലഡിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും, നമ്മുടെ ഫുഡിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഫൈനൽ പ്രൊഡക്ട്സും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ആരെത്തിക്കുന്നുണ്ട്? ബ്ലഡ് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്, ആഗിരണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഓക്കെ, ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ബിഗിൻസ് വിത്ത് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് നമ്മുടെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് മാത്രമല്ല അബ്സോർപ്ഷൻ നടക്കുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് എന്ത് നടക്കുന്നത്? അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മൗത്തിൽ നിന്നാണ് അല്ലെ? നമ്മുടെ വായയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് ഏനസ് എന്ന് പറയുന്ന ഓപ്പണിങ്ങിലാണ്. അപ്പൊ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഏനസിൽ അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനിടയിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ മൗത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഇൻജഷൻ നടക്കുന്നത് അല്ലെ? നമ്മൾ ഫുഡിന്റെ ഇൻടേക്ക് നടത്തുന്നത് എവിടെയാണ്? മൗത്തിലാണ്. ഭക്ഷണം വായിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടീത്തിന്റെയും ടങ്ങിന്റെയും ഒക്കെ സഹായത്താൽ സലൈവയുമായിട്ട് ഫുഡ് മിക്സ് ചെയ്ത് അവിടെ പല കെമിക്കൽ ചേഞ്ചസും ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഓക്കെ, മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പോർഷൻ ആണ് നമ്മുടെ ഈസോഫാഗസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇത് എവിടെ അവസാനിക്കുന്നു? സ്റ്റൊമക്കിൽ അവസാനിക്കുന്നു. ഓക്കെ, ഈസോഫാഗസ് ആ ട്യൂബുലാർ ആയിട്ടുള്ള ഭാഗം വന്ന് പിന്നീട് സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. ദെൻ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ അടുത്ത പോർഷൻ ഏതായിരുന്നു? ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് അല്ലെ? ചെറുകുടലാണ്. ചെറുകുടൽ കഴിഞ്ഞാൽ വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞു വരുന്ന പോർഷൻ ഏനസ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ റെക്ടം കൂടിയുണ്ട്. ഒരിക്കൽ കൂടി പറയാം. മൗത്ത്, ദെൻ നെക്സ്റ്റ് ഭാഗം ഈസോഫാഗസ്, ദെൻ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ,
ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ഏനസ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഉള്ളത്. ദെൻ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് അലിമെന്ററി കനാൽ ആൻഡ് ദ അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ്. ഓക്കെ, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ അലിമെന്ററി കനാൽ ഉണ്ട്, അതുപോലെ തന്നെ ചില ഗ്ലാൻഡ്സ് അഥവാ ഗ്രന്ഥികൾ കൂടി ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഹ്യൂമൻ ഡെന്റിഷൻ അല്ലേ, മൗത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം മൗത്തിൽ എന്തുണ്ട്? ടീത്ത് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഡെന്റിഷൻ ആണ് ആദ്യം പറയുന്നത്. ഡെന്റിഷനെ കുറിച്ച് നോക്കാം. ഈച്ച് ടൂത്ത് ഇസ് embedded in a socket of jawbone and this type of attachment of teeth is called as thecodont dentition. ഓക്കെ, അതായത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ പല്ലുകൾ നമ്മുടെ ജോ ബോൺസിലുള്ള സോക്കറ്റുകളിൽ അല്ലെ, ചെറിയ ചെറിയ കുഴികളിലാണ് ഉറപ്പിച്ചിട്ടുള്ളത്. സോക്കറ്റുകളിൽ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് അല്ലേ. ഇതിനെയാണ് തീക്കോഡോൺ ഡെന്റിഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിൽ തീക്കോഡോണ്ട്, ഡിഫ്യോഡോണ്ട്, അതുപോലെ ഹെറ്റിറോഡോൺ ഡെന്റിഷൻ, ഈ 3 ടൈപ്പ് ഡെന്റിഷൻ ആണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്നത്. അപ്പോൾ തീക്കോഡോൺ ഡെന്റിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലുകള് ജോ ബോൺസിലുള്ള നമ്മുടെ താടിയെല്ലുകളിലുള്ള സോക്കറ്റുകളിൽ അല്ലെങ്കിൽ അവിടെയുള്ള കുഴികളിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? തീക്കോഡോൺ ഡെന്റിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് മാമൽസ് ഹാവ് 2 ടൈപ്സ് ഓഫ് ടീത്ത്. 2 ടൈപ്പ് ടീത്ത് കാണാറുണ്ട്. ഏതൊക്കെയാണ്? മിൽക്ക് ടീത്തും അതുപോലെ പെർമനന്റ് ടീത്തും. ഇതിൽ മിൽക്ക് ടീത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഡെസിഡിയസ് ടീത്ത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡെന്റിഷനെ നമുക്ക് എന്ത് പറയാം? ഡിഫ്യോഡോൺ ഡെന്റിഷൻ എന്ന് പറയാം. അതായത് ആദ്യം ഉണ്ടാവുന്ന മിൽക്ക് ടീത്ത് അത് റീപ്ലേസ് ചെയ്തിട്ട് പെർമനന്റ് ടീത്ത് ആയിട്ട് മാറുന്നു. അങ്ങനെ 2 സെറ്റ് ടീത്ത് ഉണ്ടാവുന്നു. ഇതിനെയാണ് ഡിഫ്യോഡോൺ ഡെന്റിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹെറ്റിറോഡോൺ ഡെന്റിഷൻ എന്നുള്ളത് നോക്കാം. An adult human has 32 permanent teeth which are of 4 different types, namely incisors, canines, premolars and molars. ഹെറ്റിറോഡോൺ ഡെന്റിഷനിൽ പല ടൈപ്പ് ടീത്ത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻസിസേഴ്സ്. ക്യാപിറ്റൽ ഐ വെച്ചിട്ട് നമ്മൾ ഇതിനെ എഴുതും. ഓക്കെ, ഇൻസിസേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് കനൈൻസ്. കനൈൻസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സി ആണ് ഇവിടെ യൂസ് ചെയ്യുക. ദെൻ പ്രീമോളാസ്, PM എന്ന് എഴുതും. ദെൻ മോളാസ്, ഓക്കെ, ക്യാപിറ്റൽ M എന്ന് എഴുതും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻസിസേഴ്സ്, ദെൻ കനൈൻ, പ്രീമോളാസ് ആൻഡ് മോളാസ്. ഈ 4 ടൈപ്പ് ടീത്ത് നമ്മുടെ വായിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഹ്യൂമൻ ബീയിങ്സിൽ ഹെറ്റിറോഡോണ്ട് ഡെന്റിഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡെന്റൽ ഫോർമുലയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഡെന്റൽ ഫോർമുല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വായിക്കകത്ത് പല്ലുകള് അപ്പർ ജോയിലും ലോവർ ജോയിലും ഉള്ള പല്ലുകളുടെ പകുതിയിൽ നിന്നും ഒരു സൈഡിലേക്ക്, ഓക്കെ, ഒരു ഭാഗത്തേക്കുള്ള പല്ലുകളുടെ ഒരു അറേഞ്ച്മെന്റ് ആണ് എന്താ? ഡെന്റൽ ഫോർമുല. നോക്കാം. അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദ അപ്പർ ആൻഡ് ദ ലോവർ ജോ ഇൻ ദ ഓർഡർ ICPMM ഈസ് റെപ്രസെന്റഡ് ബൈ എ ഫോർമുല കോൾഡ് ആസ് ഡെന്റൽ ഫോർമുല. ഓക്കെ, അതായത് പകുതിയിൽ നിന്നും ഒരു ഭാഗത്തേക്ക്, മുകളിലെ നിരയിലാണെങ്കിൽ പകുതിയിൽ നിന്നും ഒരു ഭാഗത്തേക്ക്, അതുപോലെ തന്നെ താഴെയിലെ നിരയിലാണെങ്കിലും പകുതിയിൽ നിന്നും ഒരു ഭാഗത്തേക്ക് ഉള്ള പല്ലുകളുടെ അറേഞ്ച്മെന്റിനെയാണ് ഇൻസിസേഴ്സും കനൈൻസും പ്രീമോളാസും മോളാസും ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ഡെന്റൽ ഫോർമുല എന്നുള്ളത് നോക്കാം. ഹ്യൂമൻ ബീയിങ്സിൽ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത് 2123/2123 ആണ്. ഓക്കെ, 2123/2123. 2123 എന്ന് പറഞ്ഞാൽ മുകളിലെ പകുതിയിൽ നിന്നും ബാക്കിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്കുള്ള പല്ലുകളുടെ അറേഞ്ച്മെന്റ് ആണ് 2123. ദെൻ ബൈ, പിന്നെ ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത് താഴത്തെ നിരയിലെ പല്ലുകളാണ്. ഓക്കെ, 2123/2123. അപ്പോൾ ഇത് ഒരു അഡൾട്ടില് എങ്ങനെയാണ് ഡെന്റൽ ഫോർമുല വന്നിട്ടുള്ളത് നോക്കാം. 2123/2123 ആണ് ഡെന്റൽ ഫോർമുല എന്നുള്ളത് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. ഇതില് ഇൻസിസേഴ്സ് ആണ് ആദ്യം പറയുന്നത്. 2 ഇൻസിസേഴ്സ് ഉണ്ടായിരിക്കും ഹ്യൂമൻ ബീയിങ്സിൽ. ഡയഗ്രത്തിൽ നോക്കുക, 2 ഇൻസിസേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ഒരു കനൈൻ, ദെൻ പ്രീമോളാർ 2 എണ്ണം ആയിരിക്കും. ദെൻ മോളാസ് 3 എണ്ണം. ഓക്കെ, താഴത്തെ നിരയിലും ഇതുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ബൈ ഇട്ടിട്ട് താഴെയും 2123 എന്ന് എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇത് മുഴുവനായിട്ടുള്ള പല്ലുകളല്ല, പകുതിയിൽ നിന്നും ഒരു ഭാഗത്തേക്ക്. ഓക്കെ, അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെന്റൽ ഫോർമുല ഹ്യൂമൻ ബീയിങ്സിൽ അഡൾട്ടിൽ വരുന്നത് 2123/2123 ആണ്.
മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ലുകളുടെ കേസിൽ എങ്ങനെയാണ് ഡെന്റൽ ഫോർമുല എന്ന് നോക്കാം. അവിടെ വരിക 2120/2120 എന്നാണ്. അതായത് അവിടെ എന്തുണ്ടാവില്ല, പ്രീമോളാസ് ആബ്സെന്റ് ആയിരിക്കും, പ്രീമോളാസ് ഉണ്ടാവില്ല. ഓക്കെ, എന്തുണ്ടായിരിക്കും, 2 ഇൻസിസേഴ്സ് ഉണ്ടായിരിക്കും, ദെൻ ഒരു കെനൈൻസ് ഉണ്ടായിരിക്കും, 2 മോളാർസും. 212 അല്ലെ, പിന്നെ 0 ആണ്, അതായത് പ്രീമോളാസ് ഇല്ല, ബൈ 2120. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഡെന്റിഷൻ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഈ ഒരു ഡെന്റൽ ഫോർമുല പഠിക്കാം. 3 ടൈപ്പ് ഡെന്റിഷനും പഠിക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, മോളാസ്. ഇത് എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നോക്കാം. അതിനാദ്യം നമുക്ക് ഇൻസിസേഴ്സിനെ കുറിച്ച് പറയാം. ടോട്ടൽ 8 ഇൻസിസേഴ്സ് ആണ് ഉണ്ടാവുക അല്ലെ. നമ്മളിവിടെ ഡെന്റൽ ഫോർമുല എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു മുകളില് പകുതിയിൽ നിന്ന് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഈ സൈഡിലും അതുപോലെ ഉണ്ടാവില്ലേ? അപ്പൊ മുകളിൽ തന്നെ 4 ആയില്ലേ? അതുപോലെ താഴെ ഉണ്ടാവില്ലേ 4 എണ്ണം? അങ്ങനെ ടോട്ടൽ 8 ഇൻസിസേഴ്സ് ആണ് നമുക്ക് ഒരു അഡൾട്ടിന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസിസേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കട്ടിങ്ങിനാണ്, ഫുഡ് കട്ട് ചെയ്യാം. ഓക്കെ, അതിനാണ് ഇൻസിസേഴ്സ് ഉപയോഗിക്കുന്നത്. കെനൈൻസ് ടോട്ടല് 4 എണ്ണാണ് ഉള്ളത്. മുകളിലത്തെ നിരയിൽ 2 കെനൈൻസും താഴെ 2 കെനൈൻസും. ഓക്കെ, പകുതിയിലുള്ള ഇതിന്റെ നമ്പറാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടോ, അപ്പൊ മാറിപ്പോവരുത്. അതുപോലെ ഈ പകുതിയിലും ഉണ്ടാവും ഒരെണ്ണം. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടൽ മുകളിൽ 2 എണ്ണം, താഴെ 2 എണ്ണം, അങ്ങനെ 4 കെനൈൻസ് ആണുള്ളത്. ദ കെനൈൻസ് ആർ യൂസ് ഫോർ ടിയറിംഗ്. ടിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കടിച്ചു വലിക്കുക. ഇപ്പൊ മീറ്റൊക്കെ നമ്മൾ കടിച്ചു വലിക്കുകയാണെങ്കിൽ, സിംഹത്തിന്റെ കേസിലൊക്കെ, ലയണിന്റെ കേസിലൊക്കെ ആണെങ്കിലും അത് കടിച്ച് വലിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ ഒരു കെനൈൻസ് ആണ്. ഓക്കെ, ദെൻ പ്രീമോളാസ് 8 എണ്ണാണുള്ളത്. ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ്, ചവച്ചരയ്ക്കാനാണ് ഈ പ്രീമോളാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ മോളാസ് 12 ആണ് ടോട്ടൽ ഉള്ളത്. ക്രഷിംഗ്, ഗ്രൈൻഡിങ് ആൻഡ് മാസ്റ്റിഗേഷൻ. ഓക്കെ, ഭക്ഷണം ചവച്ചരയ്ക്കുക. ഓക്കെ, ഗ്രൈൻഡിങ് ആണ് പ്രധാനമായിട്ടും അവിടെ വരുന്നത്. ചവച്ചരയ്ക്കാനാണ് എന്തുപയോഗിക്കുന്നത്? മോളാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഇൻസിസേഴ്സ് ഫുഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ദെൻ കെനൈൻസ് ടിയറിംഗ് അല്ലെ, കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നു. പ്രീമോളാസും മോളാസും എന്തിനാ ഉപയോഗിക്കുന്നത്? ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ. ഓക്കെ, അതിനാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ എണ്ണം കൂടി, ടോട്ടൽ നമ്പർ കൂടി ഒന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ് പോയിന്റ്, ദ ഹാർഡ് ച്യൂയിങ് സർഫസ് ഓഫ് ദ ടീത്ത് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഇനാമൽ. ഓക്കെ, ഇനാമൽ. Then it helps in the mastication of food. അതായത് ഇനാമൽ എന്ന് പറയുന്ന വസ്തു കൊണ്ടാണ്, അല്ലെങ്കിൽ ഇനാമൽ എന്ന് പറയുന്ന പോർഷൻ ആണ് നമ്മുടെ പല്ലിന്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഹാർഡ് ച്യൂയിങ് സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ടങ്ങിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോ ഏറ്റവും ആദ്യത്തെ ഭാഗം മൗത്ത് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ, അഥവാ ബക്കൽ കാവിറ്റി. ഓക്കെ, മൗത്ത് അഥവാ ബക്കൽ കാവിറ്റി ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതില് പല്ലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ടങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. The tongue is a freely movable muscular organ and it is attached to the floor of the oral cavity by frenulum. Okay, tongue frenulum വഴിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. Then the upper surface of the tongue has small projections. upper surface മുകളിലത്തെ ഭാഗത്ത് ചെറിയ ചെറിയ projections ഉണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം? പാപ്പിലി. And some of which bear taste buds. ഈ ഒരു പാപ്പിലയിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ടേസ്റ്റ് ബഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, രസമുകുളങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടെ നമ്മുടെ ബക്കൽ കാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓറൽ കാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൗത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള പോയിന്റ്സ്. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.